ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം, ഒരു മധുര പലഹാരം. പേര് വട്ടലപ്പം. ഇതിൻ്റെ ഒറിജിൻ ശ്രീലങ്കയാണെന്നാണ് പറയപ്പെടുന്നത്. ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന് തമിഴ്നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നമുക്കും കിട്ടി. അങ്ങനെ കിട്ടിയ ഒരപ്പമാണ്. പാലക്കാട്ടും ഒക്കെ എത്തുമല്ലോ, അവിടുന്ന് നമുക്ക് കിട്ടിയ ഒരപ്പമാണ്. ഇതിൻ്റെ പേര് വട്ടലപ്പം എന്നാണ്. ഒരു സാമ്യം പറഞ്ഞാൽ ഒരു ശകലം വട്ടയപ്പത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ട്, അത്രയേ ഉള്ളൂ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. 3 സാധനങ്ങൾ മതി. ഒന്ന് കരിപ്പട്ടി. കരിപ്പട്ടി ഇല്ലെങ്കിൽ ശർക്കര, ഇതിലേതെങ്കിലും ഒന്ന് മതി. പക്ഷേ ഒറിജിനൽ ഉപയോഗം കരിപ്പട്ടിയുടേതായിരുന്നു. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് കരിപ്പട്ടി തന്നെയാണ്. അത് പിന്നെ തേങ്ങാപ്പാൽ, കൊഴുത്ത തേങ്ങാപ്പാൽ നമ്മൾ മിക്സിയിലൊക്കെ എടുത്ത് ഒരൊറ്റ തേങ്ങയുടെ പാല്, അത് ഏകദേശം 1 കപ്പേ വരുള്ളൂ. പിന്നെ വേണ്ടത് 3 മുട്ട. 3 ചെറുതാണെങ്കിൽ 4 വരെയാകാം. വേണമെങ്കിൽ നട്ട്സ് അരച്ച് ചേർക്കാം, ഞാനതൊന്നും ഇടുന്നില്ല. നമുക്ക് ഈ ചെറിയ സാധനങ്ങൾ മാത്രം കൊണ്ട്, ഈ 3 ഐറ്റം കൊണ്ട് ഒരു വട്ടലപ്പം ഉണ്ടാക്കാം. ഇത് 300 ഗ്രാം കരിപ്പെട്ടിയുണ്ട്. 320 ഗ്രാം വരും. ചീകിയതാ. ഒരു കരിപ്പെട്ടി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഇത്രയും ചുരണ്ടി എടുത്തതാണ്. പക്ഷേ ഈ ചെറിയ കട്ടകളൊക്കെ കിടപ്പുണ്ടായിരിക്കും. പാത്രത്തിലേക്ക് ഇടുന്നു. 300 ഗ്രാം കരിപ്പെട്ടി ചീകിയത്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, 1-ാം പാലായത് കേട്ടോ. ശകലം വെള്ളം തെളിച്ച് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. തളിച്ചിട്ടേ ഉള്ളൂ വെള്ളം. അത് മുഴുവനും നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് മുഴുവൻ ഈ തേങ്ങാപ്പാലിൽ ലയിക്കണം. കുറച്ച് സമയമെടുക്കും. നമുക്കൊരു വിസ്ക് കൊണ്ട് ഇത് ചെയ്യാം. 1 മുട്ടയാണ് ഞാൻ ഉപയോഗിക്കാൻ പോണത്. ഞാൻ 4 ചേർക്കുന്നുണ്ട്. 1 ചെറുതായിപ്പോയി, അതുകൊണ്ട്. ഇതും നമ്മൾ അടിച്ചു പതപ്പിക്കരുത് യാതൊരു കാരണവശാലും. ഇങ്ങനെ വെറുതെ അടിച്ചുകൊണ്ടിരുന്നാൽ മതി. നല്ലപോലെ യോജിച്ചാൽ മാത്രം മതി. ഇപ്പം ഇത് നമ്മുടെ തേങ്ങാപ്പാലും കരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ കരിപ്പെട്ടി ഉണ്ടാക്കുന്നത് കരിമ്പനയുടെ കള്ളിൽ നിന്നും കുറുക്കി പ്രത്യേക രീതിയിൽ പാത്രങ്ങളിലാക്കി നിറച്ചു വെച്ച് എടുത്ത് ചിരട്ടകളിലും ആകാം, അതുപോലത്തെ പാത്രങ്ങളിലും ഒക്കെ സോളിഡാക്കി എടുക്കുന്ന ഒന്നാണ് പനം ചക്കര. ഇതിൻ്റെ പേര് പനം ചക്കര എന്നാണ്. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. കുറച്ച് കട്ടയുമൊക്കെ ഉണ്ട്. ആ കട്ടയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് ഇതിനെ അരിക്കാം. ഇതിനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടിച്ച് യോജിപ്പിക്കുകയല്ല, ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കഷ്ടിച്ച് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. നന്നായിട്ട് ഇളക്കി. വേണമെങ്കിൽ ഒരു നുള്ളുപ്പ്, കണ്ടോ, നുള്ളുപ്പ് ഇടുക. ഒരു നല്ല വാസനയ്ക്ക് വേണ്ടി ഏലക്കാപ്പൊടി ചേർത്തു. ഉപ്പില്ലേലും കുഴപ്പമില്ല, പക്ഷേ ഉപ്പിട്ടവരെല്ലാം കൂടി ഒരു നല്ല ഇനിപ്പ് വരും. ശകലം നെയ്യ് നല്ലതായിട്ട് തടക്കി കൊടുക്കണം. ഇതിൽ സൈഡിലും എല്ലാം ഒന്ന് നെയ്യ് തടക്കി. നമുക്ക് ഈ നെയ്യ് തടക്കിയ പാത്രം ഈ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം തിളച്ച് കിടക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതാ നോക്കൂ. ഈ തട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കണം. അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ അല്ലെ വാഴയില കൊണ്ട് പൊതിഞ്ഞ് കെട്ടാം. അടപ്പുണ്ടെങ്കിൽ അടപ്പ് മതി. ഇനി ഇതൊരു 30 മിനിറ്റ് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അടയ്ക്കാം.
നമുക്ക് 25-30 മിനിറ്റിനിടയ്ക്കായി നമുക്കിത് ഒന്ന് എടുത്ത് നോക്കാം. ഇതാ സൈഡൊക്കെ വിട്ടിട്ടുണ്ട്. ഇതാണ് വട്ടലപ്പം. ഇച്ചിരി നേരം തണുത്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് വേണം ഇത് സൈഡ് വിടിയിപ്പിച്ച് മറിച്ചിടാൻ. നമ്മുടെ വറ്റലപ്പം ഏകദേശം 1 മണിക്കൂർ തണുത്ത്, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. വെന്തോന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വറ്റലപ്പം. ഒന്നും പിടിച്ചിരിപ്പില്ല. നമുക്ക് ഇനി ഇതിൻ്റെ സൈഡൊന്ന് വിടിയിപ്പിച്ച് നോക്കാം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കൊച്ചു 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 കുത്തുകളുണ്ട് നിറയെ. ഓട്ടകളുണ്ട്. ആ ഓട്ടകളൊന്ന് നോക്കുക. നല്ല ഭംഗിയായിട്ടുള്ള ഓട്ടകൾ. അതാരാ ഇട്ട? ഞാനല്ല. ഇപ്പം നമ്മൾ വറ്റലപ്പം ഉണ്ടാക്കുന്നതിനുള്ള രീതികൾ എല്ലാം കണ്ടു. ആവിയിൽ വട്ടയപ്പം വേവിക്കുന്ന പോലെ തന്നെയാണ് വറ്റലപ്പവും വേവിച്ചത്. സൈഡിലെ കുത്തുകളെല്ലാം കണ്ടില്ലേ? ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. 1 കപ്പ് കുറുകുറ എന്നുള്ള തേങ്ങാപ്പാൽ, 4 മുട്ട, പിന്നെ 300 ഗ്രാം കരിപ്പെട്ടി. ഇത്രയും കൂടിയതാണ് ഇത്. വേറെ ഒന്നും വേണ്ട. ഡിഷേ പുരട്ടാൻ ഇച്ചിരി നെയ്യ് മാത്രം മതി. വേറെ ഒന്നും വേണ്ട. ചിലവ് വളരെ കുറവ്. ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഉണ്ടാക്കാം, കഴിക്കാം. നല്ല വായിലിട്ടാൽ ഉടനെ അലിഞ്ഞു ചേർന്ന് പോകുന്ന വട്ടലപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളും ശ്രമിക്കുക. വല്ലപ്പോഴുമൊക്കെ പെട്ടെന്നുണ്ടാക്കേണ്ട ഒരു സ്വീറ്റ് വേണമെങ്കിൽ ഇതുണ്ടാക്കാം. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. നമ്മൾ 4 മുട്ട ചേർത്തതാണ്. മുട്ട ചേർത്തതാണെന്ന് ആരും പറയില്ല. അതുപോലെ സോഫ്റ്റാണ്. പക്ഷേ മുട്ടച്ചൊവയേ ഇല്ല. ഉണ്ടാക്കുമല്ലോ. നന്ദി, നമസ്കാരം.